ഹായ്, അനൂപാണ്. എനിക്ക് കാർഡ് വന്നിട്ടെന്ന് പറഞ്ഞ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു 2 ദിവസം മുമ്പ്. അങ്ങനെ ഇന്ന് ഞാൻ കാർഡ് കളക്ട് ചെയ്യാൻ വന്നു ഓഫീസിന്റെ കമ്പിലായിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാർഡ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുക. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീധരനാണുള്ളത്. ശ്രീധരനാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ ഒരു 7 മാസം ഒരു പകുതി ആയപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോ ഡേറ്റ് വന്നിട്ട് സെപ്റ്റംബർ 26. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് 7 മാസം. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അതിൽ വേറെ ഡിലേ നമുക്ക് വരേണ്ട കാര്യമില്ല. ERP കാർഡാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് പ്രോസസ്സിങ് കാര്യങ്ങളും BFS ഡേറ്റ ആയാലും എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ പിറകെ നടക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നതെന്ന്. ഇതിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്, യൂറോപ്പ് എന്ന സ്വപ്നത്തിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, 2 കൊല്ലത്തിന് മേളിലായി. കുറച്ച് ആൾക്കാരുടെ കൈ ചെയ്യാൻ കൊടുത്തിരുന്നു, അതൊന്നും നടന്നില്ല. കുറെ പൈസയും കാര്യങ്ങളെല്ലാം പോയി. അങ്ങനെ നമ്മൾ തകർന്ന് തരിപ്പണായിരുന്നപ്പോഴാണ് ശ്രീധേട്ട ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. പുള്ളി നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യം. എന്റെ വീടിന്റെ അടുത്താണ് പുള്ളി താമസിക്കുന്നത്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു. പുള്ളിയുടെ ഒറ്റ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പിന്നെയും എല്ലാം ചെയ്തു. 3 മാസത്തിനകത്ത് സാധനം കിട്ടി. മിക്കവാറും ഒരു 10 ദിവസത്തിനകത്ത് തന്നെ ടിക്കറ്റ് എടുക്കും പോകാനായിട്ടുള്ള. ബാക്കിയൊക്കെ ഇനി അവിടെ വന്നിട്ട് കാണാം. ഓക്കെ, ഹായ്. അങ്ങനെ അവസാനം യൂറോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി എത്താൻ പറ്റി, നവംബർ 1-ാം തീയതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 20-ാം തീയതിയാണ്, നവംബർ 20-ാം തീയതിയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സിങ് വന്നിട്ട് നല്ല സ്പീഡായിരുന്നു. നമുക്ക് 18 ദിവസം കൊണ്ട് ടാക്കോ കൈ കിട്ടി. ഇതാണ് ടാക്കോ കാർഡ്. വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രോപ്പറായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. ഇവിടെ നല്ല പ്രോപ്പർ ടെസ്റ്റാണ്. നമുക്കിവിടെ ട്രെയിനിങ് ചെയ്യുന്നതിന് നല്ല എമൗണ്ട് ആവും. നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 1 മണിക്കൂറിനൊക്കെ തന്നെ നല്ല എമൗണ്ട് ആവും നാട്ടിൽ വെച്ച്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാക്സിമം പഠിച്ചിട്ട് വരാൻ നോക്കുക, ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. നമുക്ക് ഇംഗ്ലീഷ് മാക്സിമം നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാൻ ശ്രമിക്കും എല്ലാവരും. നമുക്ക് ഇവിടെ അത് അത്യാവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഗ്രാമറും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു വഴി അത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല മഞ്ഞാണ്. നമുക്ക് ഇവിടെ നമ്മൾ വന്നപ്പോൾ തൊട്ട് -ആണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മളിവിടുത്തെ പ്രോസസ്സിങ് ഇവിടെ നമ്മൾ നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ നമുക്ക് കോഡ് 95-ൻ്റെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അതൊരു ഒരാഴ്ചത്തെ പ്രാക്ടിക്കലേ ഉള്ളുമായിരുന്നു. കോഡ് 95-ൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഒരാഴ്ച ആയപ്പോൾ തന്നെ നമുക്ക് റെഡ് പേപ്പർ കമ്പനിയിൽ നിന്ന് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടാക്കോന് നമ്മൾ കൊടുത്തായിരുന്നു. അതൊരു 6 ദിവസം കൊണ്ട് അടുപ്പിച്ച് ടാക്കോ കിട്ടി. അങ്ങനെ 18-ാം തീയതി ആയപ്പോഴത്തേക്ക് നമുക്ക് ടാക്കോ കാർഡ് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിനിയിപ്പം അടുത്ത വീക്കിൽ നമുക്ക് വണ്ടി കയറാൻ പറ്റും. പിന്നെ നമ്മുടെ ശ്രീധരനും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നൊരു നമ്മളെല്ലാവരും ഒരു 5 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇവിടെ അവസാനം എത്തിപ്പെട്ട് അതിന് ശ്രീധരൻ്റെ അടുത്ത് പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നമുക്ക് അടുത്ത അപ്ഡേഷൻസ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.